വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ അതാ ഇന്ന് ഹോസ്പിറ്റൽ അഡ്മിഷൻ പറഞ്ഞിട്ടുള്ള ദിവസമായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് വന്ന് 9 മണിക്കാണ് അഡ്മിഷൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഇറങ്ങും, ഫുഡ് കഴിക്കണം. ഓൾമോസ്റ്റ് എല്ലാതും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ ബാഗൊക്കെ മുന്നേ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും എല്ലാം ഒന്നും കൂടി അവസാനം നോക്കി റെഡിയാക്കിയൊക്കെ വെച്ചേക്കാണ്. പിന്നെ ഞാനും അഫിയും മാത്രമായിട്ട് ഇപ്പോൾ പോണത്. ഞാനും അഫിയും ഇന്നിപ്പോൾ രാത്രി അഡ്മിഷൻ പറഞ്ഞിട്ടുള്ള. ഞങ്ങളിപ്പോൾ പോയിട്ട് ഇവിടെ എല്ലാവരും കൂടെ അവിടെ വന്നിരുന്നിട്ട് കാര്യമില്ലല്ലോ. സോ ഇവരൊക്കെ രാവിലെ അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ വരുമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ രാവിലെ ആയിട്ട് വരുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വിചാരിച്ചേക്കുന്നത്. ഫുഡ് കഴിക്കാട്ടാ, ഇപ്പൊ തന്നെ ഇറങ്ങും. കഴിക്കണ്ടേ? അപ്പൊ പേടിച്ചിട്ട് ഫുഡ് പോലും കഴിക്കാണ്ട ചായയും കുടിച്ചിരിക്കുക. ടെൻഷൻ ടെൻഷൻ. പ്രസവിക്കുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റുമോ? ബേബിനെ രാവിലെ വന്നു. പ്രസവിക്കുമ്പോ അപ്പൊ തന്നെ എന്നെ വിളിക്കണം. നമ്മള് രാവിലെ പോകും അതിനൊക്കെ മുമ്പേ. ഞങ്ങളിവിടെ ദുബായ് കിസൈസിലുള്ള ആസ്റ്റർ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. 9 മണിക്കാണ് അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ടായത്. ഇപ്പോൾ ടൈം ഒരു 9:30 ആയി. ഇറങ്ങിയപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഇന്ന് അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ തുടങ്ങിയുള്ളൂ. നാളെ ആയിരിക്കും മിക്കവാറും ഡെലിവറി ഉണ്ടാവുക. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ എത്താറായി. ഇന്ന് ഈ ഒരു ഹോസ്പിറ്റൽ കാണുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു പേടി കേട്ടോ. പേടിയല്ല, എന്തോ ഒരവസ്ഥ. എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ എനിക്കൊന്നും തോന്നാറില്ല. പക്ഷെ ഇന്നിങ്ങനെ കാണുമ്പോൾ ഒരു നെഞ്ചൊക്കെ ഭയങ്കരമായിട്ട് ഇടിക്കണ പോലെയൊക്കെ. ഇനിയിപ്പോൾ വേറെ വഴിയില്ല, എടുത്തു വെച്ച് ഓടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇല്ലാത്ത ധൈര്യമൊക്കെ സംഭരിച്ച് ഹോസ്പിറ്റലിലോട്ട് കയറാൻ പോവുകയാണേ. ഇതൊന്നും എടുക്കണ്ട ടോഫി. അങ്ങനെ ചെന്നപാടെ ഞങ്ങളിത് ഇവിടെ അഡ്മിഷൻ ഡെസ്കിൽ വെയിറ്റ് ചെയ്യാമായിരുന്നേ. ഞാൻ വിചാരിച്ചു ലേറ്റ് ആയതുകൊണ്ട് തന്നെ പ്രശ്നമാവുമായിരിക്കും, ചിലപ്പോൾ ഇനിയിപ്പം നാളെ വന്നാൽ മതി, ഇന്ന് കഴിഞ്ഞു പോയെന്ന് പറയും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ലേറ്റായിട്ടൊന്നും ഉണ്ടായില്ല. 2-3 പേര് വേറെ ഉണ്ടായിരുന്നു കേട്ടോ അഡ്മിഷന് വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തു അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ കഴിയാനായിട്ട്. അങ്ങനെ ഫൈനലി റൂമിലേക്ക് നമുക്കൊരു റൂം കിട്ടിയിട്ടുണ്ട്. അങ്ങടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ആക്ച്വലി റൂമല്ല, ലേബർ റൂം തന്നെയാണ്. ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടേ റൂമിലേക്ക് നമ്മൾ മാറ്റുള്ളൂ. പക്ഷേ ഈ ഒരു റൂമിൽ ഹസ്ബൻഡിനും കൂടെ നിൽക്കാൻ പറ്റും കേട്ടോ. എൻ്റെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ഡെലിവറിക്ക് അഫീനെയും കൂടെ പിടിച്ച് കയറ്റണം എന്നുള്ളത്. ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അഫീൻ്റെ കൂടെ ലേബർ റൂമിൽ ഉണ്ടാവണം എന്ന്. ഇവിടെ റൂമിലെത്തിയ പാടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഓർണമെൻറ്റ്സൊക്കെ മാറ്റി വെച്ചിട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരെനിക്ക് ഒരു സാൻഡ്വിച്ചും ജ്യൂസും ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. ആക്ച്വലി സാൻഡ്വിച്ചിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, കുക്കുംബറും ക്യാരറ്റും അങ്ങനെ മാത്രം വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ നെക്സ്റ്റ് മോർണിംഗ് ആയിട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റ് വന്ന് അഡ്മിറ്റ് ആയതാണ്. എനിക്കിപ്പോൾ ജസ്റ്റ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാബ്ലറ്റ് ഒന്ന് മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു, ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബേബിയുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടായി. സോ അതുകൊണ്ട് തന്നെ അവരത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എനിക്കിങ്ങനെ ഇൻഡ്യൂസ് ചെയ്യാനൊന്നും തന്നിട്ടില്ല. ടിൽ നൗ എനിക്ക് പെയിനും കോൺട്രാക്ഷൻസും ഒന്നുമില്ല. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ആയി. എനിക്കിതാ വേറെ ഡ്രസ്സൊക്കെ തന്നു. ഇന്നലെ ബ്ലൂ ഡ്രസ്സായിരുന്നു കേട്ടോ, ഇന്നൊരു പിങ്ക് ഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഈ ഒരു നേരം വരെയും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നൊരു PV ചെയ്തു. ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പെയിൻ വരാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങടേക്ക് കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി. വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മറന്ന് തന്നെ പോയിട്ടുണ്ടായേ. അങ്ങനെ കഴിഞ്ഞ ദിവസം ജസ്റ്റ് കുറച്ച് വീഡിയോ എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ സംഭവങ്ങൾ മൊത്തത്തിൽ മാറിയിട്ടുണ്ടായി. സീൻ ആകെ മൊത്തം കൊളായി. നോർമൽ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു എനിക്ക്, C സെക്ഷനായി. അങ്ങനെ ആ നേരം വരെ അവിടെ കിടന്ന് സഹിക്കാവുന്ന വേദനകൾ മൊത്തം സഹിച്ചിട്ട് അവസാന നിമിഷമാണ് അറിയുന്നത് ഇത് നോർമൽ ഡെലിവറി നടക്കില്ല എന്ന് കേട്ടോ. കാരണം കുഞ്ഞിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലായിരുന്നു.
ഹെഡ് ഇരിക്കേണ്ട സ്ഥാനത്ത് ചെവിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി വെയിറ്റ് ചെയ്തിട്ടും കാര്യമൊന്നും ഇല്ലാതെ ഡോക്ടർ തീർത്ത് പറഞ്ഞപ്പോൾ ഫൈനലി സി സെക്ഷൻ ആയി. എന്നാലും അൽഹംദുലില്ലാ ബേബി ബോയ് ആയിരുന്നു. കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അതുവരെ അനുഭവിച്ച വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ മറന്നിട്ടുണ്ടായിട്ടാ. ഇവാട് സന്തോഷമായിരുന്നു കാണേണ്ടത്. അവള് തുള്ളിച്ചാടായിരുന്നു. കാരണം അവൾ കുറേ ആഗ്രഹിച്ച് കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അവൾക്കൊരു ബ്രദറിനെ വേണം എന്ന്. അങ്ങനെ എന്തായാലും അൽഹംദുലില്ലാ അവൾക്ക് അവളുടെ ആഗ്രഹം പോലെ തന്നെ ഒരു ബ്രദറിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും പ്രസവ വേദന അനുഭവിച്ച് അതിൻ്റെ കൂടെ തന്നെ സി സെക്ഷൻ്റെ വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം അതും അനുഭവിക്കാം കേട്ടോ. എന്നാലും കുഴപ്പമില്ല, കുഞ്ഞിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കെല്ലാം മറക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു വേദന അത് ഭയങ്കരമായിരുന്നു. ഓരോ അടിയും വെക്കാനായിട്ട് ഓരോ സ്റ്റെപ്പും അത്രയും വേദന സഹിച്ചിട്ടാട്ടോ ഈ വെക്കുന്നത്. സി സെക്ഷൻ കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. പിന്നെ കുഞ്ഞിനാണെങ്കിലും അധികം ഫോർമുല ആട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ ഒരു ഡേ ഫുള്ള് ഞാൻ ഫീഡ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഡേ ഈവനിങ്ങോളം ആയപ്പോഴായിരുന്നു ഫീഡ് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ പാൽ വരാനും നല്ല താമസം ഉണ്ടായി. അങ്ങനെ കുറച്ച് ദിവസം ഫോർമുല തന്നെ ആയിരുന്നു കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ അടുത്ത ദിവസം ഇവ ബേബീനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇവക്കാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് അവൾ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നേ. അവൾക്ക് ബേബീനെ എടുക്കണം, അവൾക്ക് കൊണ്ടടക്കണം, വൈകിട്ട് അവൾക്ക് ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നേ. പിന്നെ വീട്ടിൽ പപ്പായും സച്ചുവും ഡ്രസ്സിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ അവളെ വലിച്ചുകൊണ്ട് പോയിട്ടുണ്ടായേ. എനിക്കാണെങ്കിലും നല്ല പെയിനായിരുന്നു. എൻ്റെ യൂറിൻ്റെ ട്യൂബൊക്കെ അവർ ഉച്ചയായപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വാഷ്റൂമിലൊക്കെ പോകണമെങ്കിലും നടന്ന് തന്നെ പോകണമായിരുന്നു. ആക്ച്വലി മൺഡേ നൈറ്റായിരുന്നു കേട്ടോ സി സെക്ഷൻ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വെനസ്ഡേ ആയി. ഇന്ന് തന്നെ ഞാൻ ഡിസ്ചാർജ് ആയി. ജസ്റ്റ് ഒരു ദിവസം 2 ദിവസം അല്ലേ, 2 ദിവസമായിട്ട് ഇവിടെ കിടന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ സി സെക്ഷന് 3 ദിവസമൊക്കെ ഉണ്ടാവില്ലേ മെയിൻ. നോർമലി ഒരു 3 ദിവസം ഉണ്ടാവും തോന്നുന്നു. പക്ഷേ ഇവിടെ ഒരു 2 ദിവസത്തിൽ തന്നെ ഡിസ്ചാർജൊക്കെ ആയി. കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിപ്പോൾ രാത്രിയായി. വീട്ടിൽ പോകാനായിട്ടുള്ള എല്ലാം സെറ്റ് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുകയാണേ. ഞങ്ങൾക്കിവിടെ ഒരു പ്രൈവറ്റ് റൂമായിരുന്നു കേട്ടോ. റൂമൊന്നും കുഴപ്പമുണ്ടായില്ല. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാൾക്ക് ഇവിടെ ഒരു സോഫ ബെഡൊക്കെ ഉണ്ട്. അങ്ങനത്തെ റൂമാട്ടോ കിട്ടിയിട്ടുണ്ടായത്. ഞാനും ഉമ്മച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്. ഹഫീ രാത്രിയാകുമ്പോൾ വീട്ടിൽ പോയിട്ട് രാവിലെ വരാം അങ്ങനെ ആയിരുന്നേ. എനിക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി എല്ലാതും കവേർഡ് ആയിരുന്നു കേട്ടോ. അതായത് കോ പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു. സി സെക്ഷൻ ആയതുകൊണ്ട് ഒരു ഓൾമോസ്റ്റ് 2000 അടുത്ത് കോ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടായി. പിന്നെ കുഞ്ഞിനും ചെറുതായിട്ടൊരു 600-700 റേഞ്ചിൽ നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ എപ്പിഡ്യൂറൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പ്രയോജനമൊന്നും ഉണ്ടായില്ലെങ്കിലും അതിനൊരു 1300 റേഞ്ചിൽ പേ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ആക്ച്വലി ഡിസ്ചാർജ് ചെയ്യുമെന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് യെല്ലോ കളർ ഉണ്ട്, ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് മിക്കവാറും ഡിസ്ചാർജ് ആവില്ലായിരിക്കും, നാളെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ഈവനിങ് ആയപ്പോൾ അവരൊന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എല്ലാതും ഓക്കെ ആണ്, അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞേ. ശരിക്കും ഡിസ്ചാർജ് ആയെങ്കിലും എനിക്ക് നടക്കാനൊന്നും തീരെ പറ്റുന്നുണ്ടായില്ല. അത്യാവശ്യം നല്ലോണം പെയിൻ ഉണ്ടായിരുന്നു. അതുപോലെ കാറിലിരുന്ന് വീട്ടിലോട്ട് പോയപ്പോഴാണെങ്കിലും ഒരു ചെറിയ വളവ് തിരിയുമ്പോൾ തന്നെ എനിക്കിങ്ങനെ സഹിക്കാൻ പറ്റാത്ത പെയിനായിരുന്നു കേട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല പ്രശ്നമായിരുന്നു. കാരണം ഹോസ്പിറ്റലിലെ ബെഡെന്ന് വെച്ചാൽ ഇങ്ങനെ റിമോട്ട് കൺട്രോളുള്ള ബെഡല്ലേ, നമുക്ക് പൊങ്ങാനും എണീക്കാനൊക്കെ കുറച്ച് ഈസി ആയിരുന്നു. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് എണീക്കാനും കുഞ്ഞിന് പാൽ കൊടുക്കാനൊക്കെ അത്യാവശ്യം നല്ലോണം ബുദ്ധിമുട്ടി. പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങോട്ട് മാനേജ് ചെയ്ത് പോവുമായിരുന്നു കേട്ടോ. എന്തായാലും അൽഹംദുലില്ലാ വീട്ടിലെത്തി, എല്ലാവർക്കും സന്തോഷമായി. പിന്നെ പപ്പ ആണെങ്കിൽ അടുത്ത ദിവസം രാവിലെ പോവുമായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ സച്ചും റസലും പോകാനായി. പിന്നെ ഉമ്മച്ചിയാണെങ്കിലും 1 മാസം കൂടെ കഴിഞ്ഞാൽ ഉമ്മച്ചിയും പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ അവസ്ഥ. ഇനിയിപ്പോൾ എന്തായാലും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.